ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കാവൽപിതാവായ പെരുമല തിരുമേനിയുടെ 11ാമത് ഓർമ്മ തിരുനാൾ ശ്രേഷ്ഠമായി ആചരിക്കുവാൻ നാം പോയി വന്നിരിക്കുകയാണ്. തൻ്റെ പരിശുദ്ധന്മാരുടെ ഓർമ്മയെ സ്വർഗത്തിൽ ശ്രേഷ്ഠമാക്കും, ഭൂമിയിലും ശ്രേഷ്ഠമാക്കുവാനായി തൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്രകാരം പിതാവിൻ്റെ ഓർമ്മയെ ശ്രേഷ്ഠമായി ആചരിക്കുവാൻ കടന്നു വന്ന നിങ്ങൾക്കെല്ലാം സമൃദ്ധിയായ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പെരുന്നാളുകളെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു സഹദായുടെ പെരുന്നാൾ കൂടെയാണ്. സഹദ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി മരണം വരിച്ചവരെയാണ് നാം സഹദാന്മാരായി കാണുന്നതെങ്കിലും പുണ്യജീവിതം നയിക്കുന്നവരും ഒരർത്ഥത്തിൽ സഹദാന്മാരാണ്. അവരെ വൈറ്റ് മാർട്ടീഴ്സ് എന്നാണ് വിളിക്കുന്നത്. രക്തസാക്ഷി മരണം പ്രാപിക്കുന്നവർ റെഡ് മാർട്ടീഴ്സ് എങ്കിൽ ഇവർ വൈറ്റ് മാർട്ടീഴ്സാണ്. ഇപ്രകാരം ജീവിത വിശുദ്ധി കൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ച ഈ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ആ പിതാവിനെ പോലെ വിശുദ്ധിയെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെരുന്നാളിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ഉദ്ദേശം ആരുടെ പെരുന്നാൾ നാം ആചരിക്കുന്നുവോ അവരെ പോലെ വിശുദ്ധരായി തീരുക, ശുദ്ധിമതിയായി തീരുക എന്നുള്ളതാണ്. വൈദിക പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ആശയം പ്രകാരമാണ് തിങ്കളാഴ്ച രാത്രിയുടെ 4ാം കൗമ ഗ്രിഗോറിയോസിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് കർത്താവിനെ വിളിച്ചിരിക്കുകയാണ്. പോയാൽ വിനയാണ്, പോയില്ലായെങ്കിൽ ദുരിതമാണ്. പോയാൽ പാപങ്ങളെ ഓർക്കും, പോയില്ലായെങ്കിൽ അന്യനായി തീരും. പെരുന്നാളുകൾ പാപങ്ങളെ ഓർത്ത് പാപങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള അവസരമായി നാം കാണേണ്ടിയിരിക്കുന്നു. ഓരോ പെരുന്നാളുകളും നമ്മെ കൂടുതൽ ശുദ്ധിമാന്മാരായ, ശുദ്ധിമതിയായി ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുന്ന മക്കളായി തീരുവാനുള്ള വേദികളായി നാം രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വായനയിലെ ഒരാശയം എനിക്ക് വേണ്ടി പിതാവിനെയോ മാതാവിനെയോ മകനെയോ മകളെയോ ഉപേക്ഷിക്കുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. കർത്താവിന് വേണ്ടി സകലത്തെ ഉപേക്ഷിച്ച് സകലത്തിന്റെ നാഥനെ പിൻപറ്റിയതായ പരിമലത്തിന് വേണ്ടി ലഭിച്ചിരിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തോടടുത്ത് നിൽക്കുന്നവർക്കും ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയുടെ അംശികളായി, വിശുദ്ധിയുടെ ഉടമകളായി, വിശുദ്ധിയുടെ വളരുന്നവരായി തീരുവാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധൻ എന്നുള്ളതിന് സെയിന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സെയിന്റിന്റെ ഷോർട്ട് ഫോമാണ് ST എന്ന് പറയുന്നത്. ഗ്രിഗോറിയോസ്, സെയിന്റ് ഗ്രിഗോറിയോസ്, ഈ സെയിന്റ് എന്ന് പറയുന്ന വാക്ക് ഗ്രിഗോറിയോസ് എന്ന പേരിന് മുന്നിലായിട്ട് പ്രിഫിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ അവസരങ്ങളിൽ സഫിക്സ് ആയിട്ടും വരാം. പ്രിഫിക്സ് ആണെങ്കിൽ സെയിന്റ് ആണ്, സഫിക്സ് ആണെങ്കിൽ സ്ട്രീറ്റ് ആണ്.
വിശ്വാസികളെ ബോധരിക്കുന്ന അവസരങ്ങളാണ് പെരുന്നാളുകൾ എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ സ്ട്രീറ്റിന്റെ അനുഭവത്തിലൂടെ വളരുന്നതായ അവസരത്തിന്, വിശുദ്ധിയിലൂടെ വളരുവാനുള്ളതായ സെയിന്റ്ഹുഡിലൂടെ വളരുവാനുള്ളതായ പ്രചോദനമായിരിക്കണം പെരുന്നാളുകളിലൂടെ നാം പ്രാപിക്കേണ്ടത്. പരിശുദ്ധ പരിമല തിരുമേനി 111 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. തിരുമേനിയുടെ ചരിത്രം വായിക്കുമ്പോൾ പ്രത്യേകമായൊരു സന്തോഷം കാണുന്നത്, ആരാധനയ്ക്ക് വേണ്ടി എവിടെ ദേവാലയം വേണമെന്ന് വിളിച്ചാലും അവിടെ ഓടിച്ചെന്നുകൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിച്ച് ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പിതാവിനെയാണ് നാം കാണുന്നത്. ആളുകളുടെ വിശ്വാസികളുടെ ഉന്നമനത്തിന് ആരാധനയും ദൈവാലയവും ആവശ്യമാണ്, അത്യത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഒരിടയനാണ്. ഇത് 111 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമില്ല, ഇന്നും നടക്കുന്നതാണ്. ഞാൻ ഈ വർഷത്തെ കഷ്ടാനുഭവിച്ച ശുശ്രൂഷയ്ക്കായി കാനഡയിലെ എഡ്മണ്ടൻ എന്ന് പറയുന്ന പള്ളിയിലാണ് പോയത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിച്ചതായ ഒരു ദേവാലയമാണത്. കാനഡയിൽ, പ്രത്യേകിച്ച് എഡ്മണ്ടനിലെ നമ്മുടെ ആൾക്കാർ കൂടി വന്നപ്പോൾ വല്ലപ്പോഴും ആരാധന നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. തുടർന്ന് ഈ ആളുകൾ കൂടിയപ്പോൾ ഒരു ദേവാലയം ഉണ്ടാകണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായി. പലതും അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. അവസാനം ഒരു സെക്രട്ടറി ഗ്രൂപ്പിൻ്റെതായ ദേവാലയങ്ങൾ നിർമ്മിക്കാനിട്ടിരിക്കുകയാണ്. സെൻട്രൽ കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടമായതുകൊണ്ട് ലോക്കൽ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രയാസമായതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ ഒരാൾക്കും, ശനിയാഴ്ച മറ്റൊരാൾക്കും, ഞായറാഴ്ച വേറൊരാൾക്കും, 3 ഭാഗങ്ങൾക്ക് ലോങ് ടൈമായിട്ട് ഞങ്ങൾ ഇത് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അവരെ വക്കീലിനെ കണ്ടു അറ്റോളി പറഞ്ഞു, ലോങ് ടൈം ലീസാണ്, ഇത് ബ്രേക്കിംഗ് പ്രയാസമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസികളെ നിരുത്സാഹപ്പെടുത്തി. ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞതായ അവസരത്തിൽ ഈ അറ്റോളി തന്നെ നമ്മുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് എല്ലാം ശരിയായിട്ടുണ്ട്, വേഗം എഴുതുവാനുള്ള കാര്യങ്ങൾ പണം ക്രമീകരിക്കുക. അവർ സംശയം ചോദിച്ചു, സാറിന്റെ പറഞ്ഞത് ഏതാണ്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഇത് പ്രയാസമുള്ള കാര്യമാണെന്ന്, പിന്നെ ഞാൻ എത്ര പെട്ടെന്ന് അങ്ങേക്ക് മനസാന്തരം ഉണ്ടായതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, ഉറക്കത്തിൽ എൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു വേഗത്തിൽ അത് ചെയ്തു കൊടുക്കുക എന്ന്. അവർ ചോദിച്ചു, ആരാണ് വന്നത്, എന്താണ് രൂപം? വലിയൊരു മനുഷ്യനാണ്, കയ്യിലൊരു വടിയുണ്ട്, താടിയുണ്ട്, തലയിൽ ഏതോ എന്താണെന്ന് എനിക്കറിയില്ല, ഇതാണ് ലോകമെന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസികൾക്ക് അത്രയും പോലും മനസ്സിലായില്ല. ദേവാലയമെല്ലാം എഴുതി കഴിഞ്ഞ് ഈ അറ്റോർണിയും കൂട്ടുകാരെല്ലാം കൂടി അതിനെ പ്രധാനപ്പെട്ട ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് വന്ന ഒരു ദിവസം വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ അറിയാതെ ഈ മനുഷ്യന്റെ കണ്ണ് മുകളിലേക്ക് ഉയർന്നു. അവിടെ ഒരു പടം കണ്ടിട്ട് പറയാണ്, തിരുവനന്തപുരത്തിന് പടം കണ്ടുകൊണ്ട് ആ കരയിൽ അറ്റോർണി പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല വിശ്വാസികൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾ പടുത്തുയർത്തുവാൻ ശ്രമിച്ചത്. പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥതയായിരിക്കുമ്പോഴും ആർക്കെവിടെയെല്ലാം ആരാധനയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ
ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തതായ കലേടിയ ചോടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന എന്റെ മക്കളെ സഹായിക്കുവാനുള്ള ആഹ്വാനം ഉദ്ദേശം എത്ര ശ്രേഷ്ഠമാണ്. ഇന്നും എന്നും ജീവിക്കുന്നതായ പിതാവിന്റെ ഓർമ്മയുടെ മുമ്പിൽ തലവലിച്ചുകൊണ്ട് രാമേന്റെ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ട് ഈ ലോകത്തെ